ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാർ എന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ ശിവശങ്കറിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയത് അജിത് കുമാറാണ്. എന്ത് പ്രശ്നം നേരിട്ടാലും അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കർ ഉറപ്പ് നൽകിയിരുന്നു. ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തലുണ്ട്. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ MR അജിത് കുമാർ. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആയ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ എന്നായിരുന്നു ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെ അതെ അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ട് വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളും. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ. അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ. പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോവാവൂ എന്നാണ് പറഞ്ഞത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥനും ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തലുണ്ട്. അതിന് പിന്നിൽ, ആ ഭീഷണിക്ക് പിന്നിൽ ആരാണ്? അതിന് പിന്നിലും ADGP MR അജിത് കുമാർ ആണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത് ADGP അജിത് കുമാർ എന്ന് സന്ദീപ് പറഞ്ഞതായി സ്വപ്ന സുരേഷും. എന്നാൽ അന്ന് അത് പുറത്തു പറയാനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല എന്നും സ്വപ്ന പറയുന്നു. സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ശിവശങ്കർ സാറിൻ്റെതായിരുന്നു. അത് ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ദെൻ മിസ്റ്റർ MR അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ I wasn't very sure or I didn't know this gentleman personally, so I never wanted to bring his name. All I know or trusted was ശിവശങ്കർ sir. അപ്പൊ ഇപ്പൊ മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ
നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തോ ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് എം.ആർ. അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS ജോലി നഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്റെ പേരിൽ കേസും ഉണ്ടായി. അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു എം.ആർ. അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇന്നലെ ദല്ലാൽ ഷാജ് കിരണാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ADGP എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ ന്യൂസ് 18-ലൂടെ ഡാനോട് തുറന്നു പറയുന്നത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണം, ഡാൻ നടത്തിയ അന്വേഷണം എം.ആർ. അജിത് കുമാർ ഏതൊക്കെ രീതിയിൽ, അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം, ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നാടുവിടാൻ, സംസ്ഥാനം വിടാൻ വഴിയൊരുക്കിയത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഏത് രീതിയിൽ ഇദ്ദേഹം ഇടപെട്ടു എന്ന് ഒന്നറിയണം. രണ്ട്, ആർക്കു വേണ്ടിയാണ് എം.ആർ. അജിത് കുമാർ ഈ വഴിവിട്ട ഇടപെടലുകൾ, ഈ പ്രതികൾക്ക് സംസ്ഥാനം വിടാനുള്ള സാഹചര്യം ഒരുക്കിയത്? നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ അന്വേഷണം നീങ്ങിയതാണ്, ആക്ഷേപമുയർന്നതാണ്. അങ്ങനെയെങ്കിൽ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വപ്ന സുരേഷിനെ നാടുവിടാൻ ADGP സഹായിച്ചത്? ഡാൻ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മളുടെ ചാനലിലൂടെ. അതായത് ഈ കേസിന്റെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് എത്തി നിന്നത് എവിടെയാണെന്നും അറിയാം. അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും വ്യക്തമായ ധാരണയുള്ളതാണ്. അതായത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സമയത്ത് ഇതിലെ എല്ലാ അന്വേഷണവും കേന്ദ്രീകരിച്ചിരുന്നത്. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണം കടത്തിയത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി നേരത്തെ തന്നെ അവർ രംഗത്തെത്തിയതായിരുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കം കേന്ദ്രീകരിച്ചിരുന്നത് ശിവശങ്കറിലായിരുന്നു. അദ്ദേഹം അതിന്റെ തടവ് ശിക്ഷ അനുഭവിച്ച ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുമായി ഷാജ് കിരൺ ഇന്നലെ രംഗത്തെത്തുന്നത്. അതായത് എം.ആർ. അജിത് കുമാറും ഷാജ് കിരണും തമ്മിൽ ഉണ്ടായിരുന്നത് വളരെ അടുത്ത സൗഹൃദമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ അതിന്റെ തെളിവായി ഇന്നലെ പുറത്തുവിട്ടത്. അവിടെ കൃത്യമായി വിജിലൻസ് തലപ്പത്തിരുന്ന എം.ആർ. അജിത് കുമാർ എന്തിന് ഇത്തരമൊരു കേസിൽ കൂടുതൽ താൽപര്യം കാണിച്ചു, എന്തുകൊണ്ടാണ് പോലീസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് സരിത് PS എന്ന UA കോൺസുലേറ്റിന്റെ മുൻ PROയെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് അനധികൃതമായി പിടിച്ചുകൊണ്ടുപോകാൻ എം.ആർ. അജിത് കുമാർ വിജിലൻസ് പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകിയതിന് കാരണം എന്തായിരുന്നു? സ്വപ്ന സുരേഷ് രഹസ്യമൊഴിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള എന്ത് ക്യൂരിയോസിറ്റിയാണ് ഈ കേസിൽ എം.ആർ. അജിത് കുമാർ ഉണ്ടായിരുന്നത്? ഇതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് സരിത് PS തന്നെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. അതായത് അന്നേ ദിവസം സരിത്തിനെ കസ്റ്റംസ് സംഘം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ, നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നു. തൊട്ടു പിന്നാലെ അപകടം നടക്കുന്ന M. ശിവശങ്കർ ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരം വിടാനുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയാണ്. ആ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് സ്വപ്നയുടെ പദ്ധതി കസ്റ്റംസിന് മുമ്പിലെത്തി ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുക എന്നതായിരുന്നു എന്നാണ് സ്വപ്ന ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് അതല്ല. അവിടെ കൃത്യമായി M. ശിവശങ്കറിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു ഇവിടെ നിന്ന് തങ്ങൾ പറയുന്ന ഡയറക്ഷനിലേക്ക് പോകാൻ. അങ്ങനെ വർക്കല ലക്ഷ്യമാക്കി പോകുന്നു. വർക്കലയിലെ ഒരു റിസോർട്ടിൽ 3 പേരും സ്വപ്നയും സന്ദീപ് നായരും അവരുടെ അഡ്വക്കേറ്റും മുറിയെടുക്കുന്നു. അല്പസമയത്തിനകം വക്കീലിനെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം സന്ദീപ് നായരും സ്വപ്നയും കുടുംബസമേതം വാഹനത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സമയത്ത്, ഈ കേസ് വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന സമയത്ത്, അതിനിടയിൽ എങ്ങനെ എം.ആർ. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ പിന്നെ എങ്ങനെ പോലീസിന് കൃത്യമായി സ്വപ്ന സുരേഷ് അവരുടെ തന്നെ വാഹനത്തിൽ ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകൾ പിന്നിട്ട് കടന്നു വരുമ്പോൾ ഒരു സ്ഥലത്തും ഒരു പരിശോധനകളുമില്ലാതെ ഈ വാഹനത്തിന് മാത്രം എങ്ങനെ ബംഗളൂരു വരെ കടന്നു ചെല്ലാനെത്തി? അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ അസ്വാഭാവികത ഉണർത്തുന്ന കാര്യം. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹതയും. ഇങ്ങനെ അവർക്ക് ഈ കടന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായത്, സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ
ഉന്നത ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ 2 വർഷങ്ങൾക്കിപ്പുറം സരിത്തിന്റെയും സ്വപ്നയുടെയും ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുന്നത്. എം ശിവശങ്കറും ക്രമസമാധാന ചുമതലയുള്ള നിലവിലെ ADGP MR അജിത് കുമാറും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അജിത്ത് നോക്കിക്കൊള്ളുമെന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശിവശങ്കർ സ്വപ്നയോടും അതോടൊപ്പം തന്നെ സന്ദീപ് നായരോടും സരിത്തിനോടും പറഞ്ഞിരുന്നുവെന്നാണ് സരിത്തും സ്വപ്നയും ഇന്ന് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിന് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഇവരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ബംഗളൂരുവിലേക്ക് എത്തിക്കുന്നതിൽ MR അജിത് കുമാറിന്റെ താല്പര്യം എന്തായിരുന്നു എന്ന സുപ്രധാനമായ ചോദ്യമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ PV അൻവർ തൊടുത്തുവിട്ടിരിക്കുന്ന അസ്ത്രങ്ങളുടെ മുന ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. അതായത് MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ തീർച്ചയായും വ്യക്തമാക്കി. അത് തന്നെയാണ് കാരണം. MR അജിത് കുമാറിനെതിരെ ഒരാരോപണമല്ല PV അൻവർ ഉന്നയിച്ചത്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തലടക്കം സോളാർ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പല ഈ കോഴിക്കോട്ടെ മലപ്പുറത്തെ ഒരു യുവാവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, അങ്ങനെ പല കേസുകളിലും MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് PV അൻവർ പറഞ്ഞപ്പോഴും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PV അൻവർ ആരോടും തുറന്നു പറഞ്ഞില്ല. സ്വാഭാവികമായും അൻവർ അത് മറച്ചു വെച്ചതായിരിക്കുമോ എന്നൊരു സംശയം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അത് ബോധപൂർവം അൻവർ അത് മറച്ചു വെച്ചതാണോ എന്നൊരു കാര്യം സംശയമുണ്ട്. അതോടൊപ്പം അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കാരണമായിരിക്കുമോ? കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പ്രതിക്കൂട്ടിലാകുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ന്യൂസ് 18 അല്പസമയം മുമ്പ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടലോടെ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുകൊണ്ടായിരിക്കുമോ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു മരമുറി കേസുമായി ബന്ധപ്പെട്ട് SP ഓഫീസിൽ ഒരു മരമുറി കേസ് എന്ന ഇത്, അതായത് ഇത്രയും ഈ MR അജിത് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണത്തിന് അത്രയും വരുന്ന ആരോപണമല്ല സുജിത് ദാസിനെതിരെ ഉള്ളത്. അദ്ദേഹത്തെ സംരക്ഷിക്കാതെ സസ്പെൻഡ് ചെയ്തപ്പോൾ പക്ഷേ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അജിത് കുമാറിനെ ഭയപ്പെടുന്നുണ്ടോ? അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ ഇതൊക്കെ പുറത്തു വരുമെന്ന ഭയം മുഖ്യമന്ത്രിക്കുണ്ടോ? തിടുക്കത്തിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ കടക്കാതിരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വിവാദ ഇടനിലക്കാരനായി അന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഷാജ് കിരൺ മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഷാജ് കിരണുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ സംസാരങ്ങളിലേക്ക് MR അജിത് കുമാർ കടന്നത് എന്തിന് എന്ന വലിയ വിവാദമുയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി നിർത്താൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരാകുന്നത്. അങ്ങനെ മാറ്റി നിർത്തുന്ന MR അജിത് കുമാർ ചെറിയൊരു ചുരുങ്ങിയ കാലയളവിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം ഈ അച്ചടക്ക നടപടിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ADGP പിന്നീട് അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്ക് ADGP പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, അദ്ദേഹം ആ സ്ഥാനത്തെത്തിയതിനു ശേഷം 2 പോലീസ് മേധാവിമാരാണ് ഇപ്പോൾ ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന തലപ്പത്ത്. അതായത് അനിൽ കാന്ത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തും പോലീസ് സേനയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചിരുന്നത് MR അജിത് കുമാർ ആയിരുന്നു. അതേ MR അജിത് കുമാർ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർബാർ സാഹിബ് തിരികെ വന്നതിന് ശേഷവും സമാനമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടന്ന വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ അടക്കം കൃത്യമായി പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പോലും MR അജിത് കുമാറാണ്. സ്വാഭാവികമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ റോൾ എന്താണ്, അദ്ദേഹം ഉണ്ടോ ഇവിടെ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്ന തരത്തിലേക്ക് കൃത്യമായ ഒരു പവർ പിവറ്റ് പോയിന്റായി, അധികാര സ്ഥിരാകേന്ദ്രമായി MR അജിത് കുമാർ മാറുകയായിരുന്നു. അങ്ങനെ മാറിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കൈവശം ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന എന്തോ ചില വിവരങ്ങൾ ഉണ്ട് എന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം, അത് ബലപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരാനിരിക്കുന്ന 1 മാസത്തെ സാവകാശം തേടി സർക്കാർ തുടക്കത്തിലൊരു നടപടി അജിത് കുമാറിനെതിരെ വേണ്ട എന്നൊരു നിലപാടിൽ നിൽക്കുന്നതിന് കാരണം ഒരു പക്ഷേ അതായിരിക്കാം. കാരണം അങ്ങനെ ഒരു നടപടി അജിത് കുമാറിനെതിരെ എടുത്താൽ
അദ്ദേഹത്തിന്റെ കൈവശം അത്തരത്തിലുള്ള എന്തെങ്കിലും സർക്കാരിനെ അപകടത്തിലാക്കുന്ന, ആഭ്യന്തര വകുപ്പിനെ അപകടത്തിലാക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരിനെതിരെ തിരിഞ്ഞുകുത്തിയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി ഓഫീസിനും ബോധ്യമുണ്ടാകാം. അതുകൊണ്ട് മാത്രമായിരിക്കാം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ സമീപകാലത്തൊന്നും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. കേൾക്കാൻ, വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. എന്നിട്ടും എങ്ങനെ അദ്ദേഹം മാറ്റി നിർത്തുന്നു എന്നതല്ല, അതിനപ്പുറത്തേക്ക് ആ നിർണായക പദവിയിൽ തന്നെ അദ്ദേഹത്തിന് എങ്ങനെ തുടരാൻ കഴിയുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉയരുന്നത് അവിടെയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി സരിത് PS-ഉം സ്വപ്ന സുരേഷും വീണ്ടും രംഗത്തെത്തുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് സരിത് ഇന്ന് നമ്മളോട് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി കടന്നു വരുമോ എന്നത് കാത്തിരുന്ന് കാണണം. അതോടൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും സരിത്ത് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിന് ഈ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായോ പ്രത്യക്ഷമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമോ എന്ന കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ ഇനി കണ്ടെത്തേണ്ടിയിട്ടുണ്ട്. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തിനു വേണ്ടിയാണ് ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്, ഇപ്പോഴും അന്വേഷണ വിധേയമായി പോലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എന്ന പല രീതിയിലുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിന് ഉയരുന്നുണ്ട്. ഒരുപക്ഷേ ഇതുപോലുള്ള പല കാര്യങ്ങളും MR അജിത് കുമാർ തുറന്നു പറയുമോ എന്ന ഭയമായിരിക്കാം. എന്തായാലും കൂടുതൽ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെ വരുന്നത്. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയും വിവാദമാകുന്നുണ്ട്. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം. ADGPയും RSS നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ CPI കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കൂടിക്കാഴ്ച ദുരൂഹമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. അതിനിടെ ADGP MR അജിത് കുമാർ മുതിർന്ന RSS നേതാവ് രാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പുറത്തുവന്നു. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 2 സന്ദർശന വേളയിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും റിപ്പോർട്ടുണ്ട്. BV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വിവരങ്ങൾ, അതായത് തുടക്കത്തിൽ തന്നെ ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ആരോപണം ഉയർന്നു വന്നതാണ്. ഇതിൽ ADGP MR അജിത് കുമാർ വഴിവിട്ട ചില ഇടപെടലുകൾ നടത്തിയെന്ന വെളിപ്പെടുത്തലും പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഈ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് MR അജിത് കുമാർ തന്നെ രംഗത്തെത്തിയത്. ഇത് എന്തിനായിരുന്നു കൂടിക്കാഴ്ച? സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും 2 സംശയങ്ങളാണുള്ളത്. ഒന്ന്, സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഏതെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർശനമായിരുന്നു, അതോ ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി, അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് വേളയിലാണ്, അത് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അതിന് പിന്നിലെന്ന സംശയങ്ങൾ, 2 സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിനും അതായത് ഇന്റലിജൻസ് ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ? വിനോദ്, ടോം, RSSന്റെ ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ, അതോടൊപ്പം തന്നെ RSSന്റെ മറ്റൊരു നേതാവായ റാം മാധവ്, ഈ 2 നേതാക്കളെയുമാണ് ADGP MR അജിത് കുമാർ കണ്ടത്. ഈ 2 വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ദത്താത്രേയെ കണ്ടത് തൃശ്ശൂരിലായിരുന്നു. പാറമേക്കാവിൽ RSSന്റെ ഈ ബൈഠക് നടക്കുന്ന സമയത്ത്, അവിടെ അവരുടെ ഒരു സമ്മേളനം നടക്കുന്ന സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയുടെ വിവരമാണ് ആദ്യം പുറത്തു വരുന്നത്. ആ സമയത്ത് തന്നെ, അതായത് കഴിഞ്ഞ വർഷം മെയിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ആ സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച്. പക്ഷേ സർക്കാരോ ആഭ്യന്തര വകുപ്പോ അതിന്മേൽ എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റെന്തെങ്കിലും പരിശോധനയോ നടത്തിയതായ വിവരമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉടലെടുക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന കാര്യം. ADGP MR അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി മറ്റൊരു RSS നേതാവിന്റെ വാഹനത്തിലാണ് ഈ ദേശീയ സെക്രട്ടറിയെ കാണാനായി പോകുന്നത്. ആ കാര്യത്തിലും ദുരൂഹത അവശേഷിക്കുന്നു. ഇതിപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് തന്നെ സംശയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ബിനോയ് വിശ്വവും തൃശൂരിലെ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും അടക്കം ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുകയും അതുവഴി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയുമായിരുന്നു എന്ന കാര്യം, അത് നേരത്തെ തന്നെ ഇടതുമുന്നണി നേതാക്കളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ആ ആരോപണം, ആ സംശയം, അതെല്ലാം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ADGPയുടെ ഭാഗത്തുള്ള നടപടികൾ. മാത്രവുമല്ല, ഈ രാം മാധവിനെ കണ്ടത് അത് തിരുവനന്തപുരത്താണ്. 2 പ്രാവശ്യം കോവളത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നതാണ്
ഒരുപക്ഷെ ആദ്യത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആദ്യം പുറത്തു വന്ന വിവരത്തെക്കുറിച്ചുള്ള ചില ന്യായീകരണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ സ്വകാര്യ സന്ദർശനമായിരുന്നു, സുഹൃത്തായ ആർ എസ് എസിലെ ഒരു പ്രതിനിധി സുഹൃത്താണ്, ആ സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ദത്താത്രേയയെ കാണാൻ പോയതെന്ന വിശദീകരണം വരുന്നു. എന്നാൽ രാം മാധവനെ കാണുന്നത് എന്തിനു വേണ്ടി? വീണ്ടും ഒരു RSS നേതാവിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കാണുന്നത് എന്തിനു വേണ്ടി? സംസ്ഥാനം അങ്ങനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട DGP, സംസ്ഥാന പോലീസ് മേധാവി, ആ DGPയെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ട് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾക്ക് പോകുന്നു? എന്ത് കാര്യങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ഇവർ സംസാരിക്കുന്നത്? ഇതാണ് പ്രധാനമായും ഉയർന്നുവരുന്ന ചോദ്യം. അവിടെയാണ് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഏറ്റവും ഒടുവിൽ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിലും PV അൻവർ ഉന്നയിച്ച ആരോപണം അത് കൊലപാതകം വരെ ADGP നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, ലഹരി കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. അങ്ങനെ ദാവൂദ് ഇബ്രാഹിമാണ് ADGP MR അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്ന് PV അൻവർ പറയുന്ന സാഹചര്യം P ശശിക്കെതിരെ പോലും, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പോലും ആരോപണം ചെന്നു നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം, അവിടെ പ്രത്യേകിച്ച് MR അജിത് കുമാറിനെയും P ശശിയൊക്കെ സംരക്ഷിക്കുന്ന നിലയിലായിരുന്നു. കാരണം ADGPക്കെതിരെ PV അൻവർ മാത്രമല്ല ഇത്തരത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്, നേരത്തെ DGP പോലും, പക്ഷേ ഇങ്ങനെയുള്ള ആരോപണങ്ങളല്ല, DGPയെ പോലും മറികടന്നുകൊണ്ടുള്ള ഉത്തരവുകൾ വരുന്നു, DGP അറിയാതെ സർക്കുലറുകൾ വരുന്നു, സൂപ്പർ DGP ചമയുന്നു എന്ന ആക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി DGPക്ക് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെയോ പോലീസിന്റെ നയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സേനാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം ADGPയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങുന്ന ഒരു സാഹചര്യം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരാണ് ADGPക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം നൽകുന്നതെന്ന ചോദ്യം പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ആദ്യമായല്ല ADGP MR അജിത് കുമാറിന്റെ നിലവിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ നടപടികൾ വിവാദമാകുന്നത്. സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിയായ സരിത്തിന്റെ ഫോൺ പിടിച്ചെടുത്തതും സരിത്തിന്റെ കസ്റ്റഡിയും, അന്ന് ലൈഫ് മിഷൻ പരാതി വിജിലൻസിന് മുന്നിലുള്ള സമയമാണ്, വിജിലൻസിന്റെ മേധാവിയായിരുന്നു. പക്ഷേ സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് സ്വപ്ന സുരേഷ് 164 കൊടുത്ത ശേഷം, രഹസ്യമൊഴി നൽകിയ ശേഷം ആ മൊഴിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് അറിയാൻ വേണ്ടി തിടുക്കപ്പെട്ട് വിജിലൻസ് മേധാവിയായിരുന്ന ADGP അജിത് കുമാർ അത്തരത്തിൽ കസ്റ്റഡി നിർദ്ദേശം നൽകുകയും ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും ഫോൺ പരിശോധിക്കുകയും ഒക്കെ ചെയ്തുവെന്ന ആരോപണം വരികയും പിന്നീട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്തു. ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷന്റെ ADGP ആയി താരതമ്യേന അപ്രസക്തമായ ഒരു തസ്തികയാണ്. ആ തസ്തികയിലേക്ക് ADGP അജിത് കുമാറിനെ അന്ന് മാറ്റുകയും ചെയ്തു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 3 മാസം കഴിയുമ്പോഴേക്കും ADGP അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ ADGP ആയി വരികയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കസേരയിലേക്ക്, ഏറ്റവും പവർഫുള്ളായ ഒരു കസേരയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഒരു പരിധിവരെ DGPക്ക് മുകളിലേക്ക് വരെ അദ്ദേഹം പോകുന്ന നില, പോലീസ് സേനാംഗങ്ങളുടെ കടുത്ത ഡ്യൂട്ടി ഭാരം, അങ്ങനെയുള്ള പരാതികളൊക്കെ വരുമ്പോൾ അതിൽ ലഘൂകരണ നടപടികൾ സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹം സേനയിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയും ആ വഴി സേനയെ തന്നെ അദ്ദേഹം പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നു വരികയും DGPയുടെ ഓഫീസിന് അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നതുമാണ്. തീർച്ചയായും അതുപോലുള്ള പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിനിടെ MR അജിത് കുമാറിനെതിരെ വിനോദ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അതായത് PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണോ ഈ അന്വേഷണ പരിധിയിലുള്ളത്? അതോടൊപ്പം തന്നെ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയത്, ഈ RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച, നേരത്തെ ഡാൻ കുര്യൻ പുറത്തു കൊണ്ടുവന്ന ഈ സ്വർണ്ണക്കടത്ത് കേസിലെ വഴിവിട്ട ഇടപെടലുകൾ, ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്, ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരുമോ വിനോദ്? ഇപ്പോൾ ഉള്ളത് PV അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ADGP ഇടപെട്ടിട്ടുള്ള, അതായത് സുജിത് ദാസ് SP, മലപ്പുറം SP ആയിരുന്നു, പിന്നീട് പത്തനംതിട്ടയിലേക്ക് പോവുകയും ഇപ്പോൾ സസ്പെൻഷനിലാവുകയും ചെയ്ത സുജിത് ദാസും ADGP അജിത് കുമാറും ചേർന്ന് തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുകയും പിടികൂടുന്ന സ്വർണം, അതായത് നേരത്തെ കസ്റ്റംസിലായിരുന്നു സുജിത് ദാസ് ജോലി ചെയ്തിരുന്നത്, അന്നേരം ഈ പുറത്തു വരുന്ന ആളുകൾ കസ്റ്റംസ് പിടികൂടാതിരിക്കുകയും ഡാൻസ് ഓഫ് വഴി ഇവരെ പിടികൂടുകയും ചെയ്ത് ആ സ്വർണം
തട്ടിയെടുത്ത് ഉരുക്കുകയും അതിൽ വലിയൊരു പങ്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് അജിത് കുമാറിന് അറിവുണ്ടായിരുന്നു. അജിത് കുമാർ അതിൽ പങ്കുപറ്റി. ഇങ്ങനെ ഇവർ രണ്ടുപേരും അനധികൃതമായി അവിഹിതമായി സ്വർണം തട്ടിയെടുക്കുകയും അങ്ങനെ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു. കവടിയാറിൽ അജിത് കുമാർ വെക്കുന്ന വീട് അത് കൊട്ടാര സമാനമായ വീടാണ്. അതിന്റെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന കാര്യമാണ് പി വി അൻവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഈ BJP നേതാക്കളുമായുള്ള RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ ഇനി വരുമോ എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ആരോപണങ്ങൾ ആണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിൽ അജിത് കുമാർ സ്വന്തം നിലയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ഇത്തരം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യമാണ്. അത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് MR അജിത് കുമാർ കത്ത് നൽകിയത്. മാത്രമല്ല അജിത് കുമാർ DGPക്ക് മറ്റൊരു കാര്യം കൂടി DGPയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സംഘത്തിലുള്ള IG അത് തിരുവനന്തപുരം IG സ്പർജൻ കുമാറാണ്, പിന്നെ ഒരാൾ തൃശൂർ DIG ആണ്. ഈ രണ്ടുപേരും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. കാരണം ദൈനംദിനമുള്ള ഈ ലോ ആൻഡ് ഓർഡർ സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ IG DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ADGPയാണ്. അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. കാരണം തനിക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ നേരിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന ഒരു കാര്യമാണ് അജിത് കുമാർ പറയുന്നത്. അങ്ങനെ അജിത് കുമാർ മാറി നിൽക്കുന്നു. ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി തന്റെ അന്വേഷണം സുതാര്യമായി നടക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇന്നലത്തെ വാർത്താ സമ്മേളനം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് പി വി അൻവറിനെ വിമർശിക്കുന്ന ഒരു രീതിയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുഖ്യമന്ത്രി പറഞ്ഞത് പി വി അൻവറിന്റെ സമീപനം ശരിയായില്ല, ഇത്തരത്തിലല്ല പരാതി പറയേണ്ടതെന്നാണ്. അതേ കാര്യം തന്നെയാണ് എം വി ഗോവിന്ദനും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രവുമല്ല പി വി അൻവറിന്റെ വാക്കുകളെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. അതായത് പി വി അൻവറിനെ എതിർത്തിരുന്ന മാധ്യമങ്ങൾ ഒറ്റയടിക്ക് പി വി അൻവറിനൊപ്പം ചേരുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ആ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് ചട്ടുകമായി പി വി അൻവർ നിന്നുകൊടുക്കുന്നു എന്ന ഒരു ധ്വനി കൂടി ആ വാക്കുകളിലുണ്ട്. അതുതന്നെയാണ് അതൃപ്തിയായി പുറത്തു വന്നത്. പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കും. പി ശശിക്കെതിരെ എന്തെങ്കിലും പരാതി എഴുതി നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്ന് പറയുന്നു. KT ജലീലിന്റെ കാര്യത്തിലും തീർച്ചയായും അങ്ങനെ CPI നേതാക്കൾ ഈ വിഷയത്തിൽ MR അജിത് കുമാറിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചത്. അതോടൊപ്പം ADGP RSS കൂടിക്കാഴ്ച ദുരൂഹമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിന്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJP-യും CPM-ഉമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു ഇന്ന കാര്യത്തിലാണ് കണ്ടത്? അപ്പൊ എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ വ്യക്തമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം.
പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ട വിഷയമാണ്, വിശദീകരണം നൽകേണ്ട വിഷയമാണ്. കാരണം ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു മറുപടിയുമില്ല. അതൊരു പക്ഷേ മുഖ്യമന്ത്രി ഇനി ഏതെങ്കിലും ദുരന്തം വന്നാൽ മാത്രമേ വാർത്താ സമ്മേളനം നടത്തുക എന്നൊരു പതിവ് മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക്, അതായത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLA മൊഴിയെടുക്കൽ തുടരുകയാണ്. തൃശൂർ DIG ആണ് മൊഴിയെടുക്കുന്നത്. അതിനിടെ പോലീസിനെതിരെ വീണ്ടും ആരോപണവുമായി അൻവർ രംഗത്തെത്തി. 16 വർഷം പഴക്കമുള്ള പീഡന പരാതിയിൽ പോലീസ് FIR ഇട്ടു. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസിനെതിരെ എന്തുകൊണ്ടാണ് ബലാത്സംഗ പരാതിയിൽ FIR കേസെടുക്കാത്തതെന്നും PV അൻവർ ചോദിച്ചു. മുകേഷിനോട് പോലീസ് വിവേചനം കാണിച്ചുവെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ MLA ആയ കൊല്ലത്തെ മുകേഷ് MLAക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു FIR ഇട്ടല്ലോ കുഴപ്പം? FIR ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. FIR എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല്? IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ MLA എതിരെ ഏതെങ്കിലും ഒരു എന്റെ പേരിലും പറയാലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് SP-ക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. CV അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, രണ്ട് കാര്യം. ഒന്ന്, PV അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്, PV അൻവർ ഇന്നും മാധ്യമങ്ങളെ കണ്ടു, പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികരണമാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്ക് ആദ്യം അതിലേക്ക് വരാം. അതിനു മുൻപ് അൻവറിന്റെ മൊഴിയെടുക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണോ? ഏതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ മൊഴിയെടുക്കൽ, ഈ അൻവറിന്റെ മൊഴിയെടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അൻവറിൽ നിന്നും ചോദിച്ചറിയുന്നത് അനുമോദ്? ടോം, തൃശൂർ DIG തോംസൺ ജോസാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അൻവറിന്റെ മൊഴിയെടുക്കൽ നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹമാണ്. 11 മണിയോടെയാണ് മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ PV അൻവർ താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ 15 പരാതികൾ അത് മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിൽ റിധാൻ ബേസിൽ വധക്കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ ആക്ഷേപങ്ങളുണ്ട്, അതുപോലെ തന്നെ അരീക്കോട് DYFI പ്രവർത്തകരുടെ കേസെടുത്തതുണ്ട്, അതേപോലെ ADGP അജിത് കുമാറിനെതിരായ ആക്ഷേപങ്ങളുണ്ട്, തുടങ്ങി സോളാർ കേസ് അട്ടിമറിച്ച വിഷയമുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണങ്ങൾ, തന്റെ കൈവശമുള്ള തെളിവുകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പലതവണ ഹാജരാക്കിയതാണ്. അതിനപ്പുറം തന്റെ കൈവശമുള്ള തെളിവുകൾ കൂടി ഈ ഒരു മൊഴിയെടുക്കൽ നടപടിയിൽ പോലീസ് സംഘത്തിന് കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് തന്റെ ഒബ്സർവേഷനും തന്റെ നിരീക്ഷണവും തന്റെ അന്വേഷണവും ഒക്കെ പങ്കുവച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്ത് തെളിവ് അദ്ദേഹം ഹാജരാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ ഫോൺ സന്ദേശമാണ് അദ്ദേഹം ഇതിനുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദരേഖയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശബ്ദരേഖകൾക്കപ്പുറം മറ്റെന്തെല്ലാം തെളിവുകൾ അദ്ദേഹം നൽകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള മൊഴി
അത് രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, പ്രത്യേകിച്ച് മലപ്പുറത്തെ മരമുറി കേസ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഇതൊക്കെ ഈ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പരാതി, ഇതിനപ്പുറം അദ്ദേഹം എന്തെല്ലാം കൈമാറും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ഫോൺ ശബ്ദരേഖകളൊക്കെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഏറെ സമയം അത് എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരമാകും ഈ ഒരു നടപടികൾ പൂർത്തിയാക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം അദ്ദേഹം ഈ മലപ്പുറത്തെ പോലീസ് സംഘത്തിന്റെ, പ്രത്യേകിച്ച് SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന്റെ അതിക്രമങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ഈ DIG മുമ്പാകെ അതിക്രമങ്ങളെന്ന് അൻവർ ആരോപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും DIG മുമ്പാകെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനും വ്യക്തികളെ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു നടപടികൾ ഇന്ന് രാത്രിയോളം നീളുമെന്നാണ് പ്രാഥമിക. തീർച്ചയായും. അതോടൊപ്പം അനുമോദ് അറിയേണ്ടത്, ഇന്നലെ ഒരു ചാനൽ പുറത്തുവിട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി, ഈ സംഭവത്തിൽ ആ വീട്ടമ്മ പോലീസിൽ പരാതി നൽകി. ഇതുവരെയും ഈ സംഭവം നടന്ന് ഈ ആരോപണം ഉയർന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയെടുക്കാത്തതിലെ അമർഷവും PV അൻവർ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെ താരതമ്യം ചെയ്യുന്നത് മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് യാതൊരു യുക്തിയുമില്ലാത്ത സംഭവമാണ്. പക്ഷെ എന്താണ് പോലീസിന്റെ നിലപാട്? ആ വീട്ടമ്മയുടെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലപാട് എന്താണ്? കാരണം അവരുടെ പരാതിയിൽ പോലും ചില വിശ്വാസ്യത ചില പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ പോലീസ് ഇതുവരെയും ഈ സംഭവത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്? അനുമോദ്. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച വീട്ടമ്മ അവർ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി അല്ലെങ്കിൽ അവരുടെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച താനൂർ DYSP VV ബെന്നി അദ്ദേഹത്തിന്റെ പരാതി, ആക്ഷേപം SP-ക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ട്. അതായത് ഈ മുട്ടിൽ മരമുറി കേസിലെ ഇടപെടലാണ് ഈ ഒരു പരാതിക്ക് പിന്നിലെന്നാണ് അദ്ദേഹം SP-ക്ക് നൽകിയ പരാതിയിൽ ഉള്ളത്. അന്വേഷണം വഴിതിരിച്ചിടാനുള്ള ശ്രമമാണ് ഈ മരമുറി കേസിൽ പ്രതികളായ ചാനൽ ഉടമകൾ അവരുടെ ചാനൽ വഴി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു ആക്ഷേപമാണ്, പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം SP-ക്ക് നൽകിയ പരാതിയിലുള്ളത്. സമാനമായ ഈ ഒരു പരാതി വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് പോലീസ് വിഭാഗം കാണുന്നത്. അതേസമയം ഈ പരാതിക്കാരിയുടെ മൊഴി, അത് ഇപ്പോൾ അഡീഷണൽ SP ആണ് ഈ ഒരു പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുക. അതിനുശേഷമാകും ഈ VV ബെന്നിയുടെ പരാതി പൊന്നാനി സ്റ്റേഷനിൽ എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും പരാതിക്കാരി എന്തു പറയുന്നു, അതിന്റെ തെളിവുകൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അതൊരു ഇരയാണ്. ഈ സ്വാഭാവികമായിട്ട് ഇരയ്ക്ക് കിട്ടുന്ന നീതിയുണ്ട്. അത് ഒരു പ്രത്യേക കേസിൽ നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു നീതി, മറ്റൊരു കേസിൽ മറ്റൊരു സ്ത്രീക്ക് മറ്റൊരു നീതി എന്ന് പറയുന്നത് യുക്തിയല്ല. അതുകൊണ്ട് തന്നെ അവർ പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് നൽകേണ്ട കാര്യങ്ങൾ അവർക്ക് നൽകും. എന്നാൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസ് ഉന്നതരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മറ്റൊരു കേസാണ് മാമി തിരോധാന കേസ്. അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട്. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പ്രതികരിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവർ കളക്ട് ചെയ്യേണ്ട കുറേ CCTV വിഷ്വൽസും അതുപോലെ മാമി 21-ാം തീയതി രാവിലെ പല ഗ്രില്ലേറ്റ്സിൻ്റെ അവിടെയൊക്കെ ബീച്ച് സൈഡിലുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് ഒന്നും എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ അവരെടുത്തിട്ടില്ല. 21-നും 22-നും ഉള്ള വിഷ്വൽസ് ഒന്നും കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ക്യാമറ കണ്ണിലും മാമിയെ കണ്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് ശരിക്കും ഈ ആധുനിക കാലത്ത്. അപ്പം പിന്നെ 6 മാസം ഒരു ടീം അന്വേഷിച്ചു. ഒരു ഇംപ്രൂവ്മെന്റും ആ കേസിൽ ഉണ്ടായിട്ടില്ല. അപ്പം വീണ്ടും SIT എന്നുള്ള പേരിൽ ആ ടീമും അതിൽ രണ്ടാൾക്കാർ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആൾക്കാരുള്ളത്. ബാക്കിയുള്ള 7 പേരും 9 അംഗ ടീമിൽ 7 പേരും പഴയതും 2 പേര് മാത്രമാണ് പുതിയതായിട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഫോം ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടും അതിലൊരു അന്വേഷണ പുരോഗതിയും കണ്ടിട്ടില്ല. ഇന്നലെ MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനീഷ്, ഈ മാമി തിരോധാന കേസ് CBIക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു നടപടി DGPയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്.
ഇതിൽ കുടുംബം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അഭിഭാഷകൻ, ഈ മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട കേസിലെ അഭിഭാഷകൻ, കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇതിൽ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില അട്ടിമറിയുണ്ട് എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. അങ്ങനെ ഒരു സംശയമുണ്ടോ? കുടുംബത്തിന് അത്തരമൊരു സംശയമുണ്ടോ? ഇത് അട്ടിമറിയുടെ ഭാഗമായിട്ട്, ഈ കേസ് അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയതെന്ന്? ടോമോ, ഒരു വർഷം മുമ്പാണ് കോഴിക്കോട് നഗരത്തിലെ മധ്യത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമി അപ്രത്യക്ഷനാവുന്നത്. ഇതിനുശേഷം ആദ്യ മാസങ്ങളിൽ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പിന്നീടാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാർ അടക്കമുള്ളവരായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. പക്ഷേ PV അൻവർ MLA വെളിപ്പെടുത്തലോടുകൂടി ഈ അന്വേഷണ സംഘത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും കുടുംബത്തിന് നഷ്ടമാവുകയുണ്ടായി. പിന്നീടാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ CBI അന്വേഷണം ആവുന്നതിൽ തടസ്സമില്ല എന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇക്കാര്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം വിട്ടുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയാവും അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ചെയ്യുക. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഈ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, കേരള പോലീസിന്റെ വിശ്വസനീയതയിൽ തങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഏറ്റവും മിടുക്കരായ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയാണ് പോലീസ്. CBIയെക്കാളിലും ഒരുപക്ഷെ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കുടുംബം പറയുകയും ചെയ്തത്. പക്ഷേ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ നേരത്തെ തന്നെ കേസ് അട്ടിമറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവർ പിന്നാലെ ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതൊരു സ്വതന്ത്രമായ ഏജൻസി എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഈ കുടുംബം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ ലഭിക്കാവുന്ന തെളിവുകളൊക്കെ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ തേച്ചു മാച്ചു കളഞ്ഞിരിക്കുന്നു. സാക്ഷികളിൽ പലരും ചോദ്യം ചെയ്യലിന് പോലും എത്താത്ത സാഹചര്യം. 300-ലധികം സാക്ഷികളുണ്ട് എങ്കിലും അതിൽ 90% ആളുകളുടെ മൊഴികൾ മൊബൈൽ ഫോൺ വഴി വിളിച്ച് രേഖപ്പെടുത്തിയ ഒരു കേസ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേസുകൾക്കുള്ളിലുണ്ട്. ഒപ്പം ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആദ്യം കുടുംബത്തോടൊപ്പം രംഗത്ത് വന്നിരുന്ന പലരും പിന്മാറുന്നു. മാമിയുടെ ഭാര്യമാർ തമ്മിൽ പോലും ഈ കാര്യത്തിൽ ഒരു ആശയ വ്യക്തതയില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെ അതീവ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഭാര്യമാരൊക്കെ ഈ ഒരു തീരുമാനത്തോട് ഈ ഘട്ടത്തിൽ യോജിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തുമ്പ് മാമിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അത്തരമൊരു പ്രതീക്ഷയുടെ കിരണം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഈ പ്രതിഷേധവുമായി രംഗത്ത് വരികയോ അല്ലെങ്കിൽ കേസ് CBI തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്യും എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേരള പോലീസിലെ മിടുക്കരായ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ വ്യവസായിയായ മാമിയുടെ തിരോധാന കേസിലെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് വിടാൻ DGP ഉത്തരവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു നിവിൻ പോളിക്കെതിരായ പരാതി നൽകിയ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. രാവിലെ 9 മണിക്കാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തിയത്. അതിനിടെ നിവിൻ പോളി നൽകിയ പരാതിയും, അതായത് തനിക്കെതിരായിട്ടുള്ളത് വ്യാജ പരാതിയാണെന്ന നിവിൻ പോളി DGPക്ക് നൽകിയ കത്തിന്മേലും ഉടൻ തന്നെ നിവിൻ പോളിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ നിവിൻ പോളിക്കെതിരായ പരാതി, ലൈംഗിക അതിക്രമ പരാതി വ്യാജമാണ് എന്ന രീതിയിൽ നിവിൻ തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്തെത്തി തുറന്നു പറഞ്ഞിരുന്നു. പിന്നീട് വിനീത് ശ്രീനിവാസൻ, പാർവതി R കൃഷ്ണ ഉൾപ്പെടെയുള്ള നിവിൻ്റെ ഈ വർഷങ്ങൾക്ക് ശേഷം വന്ന ചിത്രത്തിന് നിവിനൊപ്പമുണ്ടായിരുന്നവരൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുന്നത്. ഇത് എവിടെ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്? നവമി, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? കാരണം ഇത്തരം ആക്ഷേപങ്ങൾ, നിവിന് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ടോ? ടോം, ഇന്ന്
ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ മൊഴിയെടുപ്പ് ആരംഭിച്ചത്. ആലുവ വനിതാ സെല്ലിലാണ് മൊഴിയെടുപ്പ്. നമുക്കറിയാം, ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ സിനിമാ മേഖലയിലെ ഈ നടന്മാർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ലൈംഗിക ആരോപണ പരാതികളൊക്കെ അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇനി രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മൊഴിയെടുപ്പ് അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഈ പെൺകുട്ടി പ്രധാനമായും പറയുന്നത്, സിനിമയിൽ അഭിനയിക്കാൻ വാഗ്ദാനം നൽകിയാണ് വിദേശത്ത് വെച്ച് തന്നെ നിവിൻ പോളി അടങ്ങുന്ന സംഘം, നിവിൻ പോളിയും ഒപ്പം ഒരു സിനിമയുടെ നിർമ്മാതാവ് അടക്കമുള്ളവർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത്, ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പിന്നീട് ഇത് നിവിൻ പോളി തന്നെ ഭീഷണിപ്പെടുത്തുകയും തന്റെ ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് തന്റെ ഫോൺ അടക്കം നിവിൻ പോളി കൊണ്ടുപോയി എന്നൊക്കെ ആണ് ഈ പരാതിയിൽ പറയുന്നത്. പക്ഷേ നിവിൻ പോളി ഇതിനോടകം തന്നെ ഈ പരാതി നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ പെൺകുട്ടിയെ അറിയില്ല, ഇതൊരു ഗൂഢാലോചനയാണ്, ഈ അന്വേഷണത്തിൽ ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ താൻ തയ്യാറാണെന്നും നിവിൻ പോളി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, നിവിൻ പോളി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും DGPക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരുവിധ അടുപ്പമോ ബന്ധമോ അല്ലെങ്കിൽ പരിചയമോ ഇല്ല, ഇത് വെറും ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്, അതുകൊണ്ട് ഇത് താൻ ഈ പെൺകുട്ടി പറയുന്ന ദിവസങ്ങൾ, അതായത് ദുബായിലായിരുന്നു താനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റു പ്രതികളും എന്ന് പറയുന്നുണ്ട്. ആ ദിവസങ്ങളിൽ താൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ, വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എന്ന പാസ്പോർട്ട്, അതായത് പാസ്പോർട്ടിലെ കോപ്പികൾ അടക്കം അന്വേഷണ സംഘത്തിന് തീർച്ചയായും നവമി, ആ കേസ് അത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ കേസിന്റെ അന്വേഷണം പോലീസിനെ സംബന്ധിച്ച് ഏറെ സങ്കീർണമാകുമെന്നാണ്. കാരണം ഇത് വിദേശത്ത് നടന്നൊരു പരാതിയാണ്, സംഭവമാണ്. പക്ഷേ നിവിൻ പോളി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ DGP ഉൾപ്പെടെ നൽകിയ പരാതിയിൽ പാസ്പോർട്ടിന്റെ പകർപ്പ് അടക്കം സമർപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അത് സംഭവം ഇത് ദുബായിൽ വെച്ച് ഇത്തരം ഒരു പീഡനം നടന്നിട്ടുണ്ടോ, അന്നേ ദിവസം നിവിൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നു എന്നത്. രണ്ടാമത്തെ കാര്യം, നിവിൻ പോളിയും വിനീത് ശ്രീനിവാസനും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ അതേ ദിവസം ഈ പരാതിക്കാരി പറയുന്ന ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ കാര്യങ്ങളടക്കം എന്തായാലും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി, നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തി ഇത് വ്യാജ പരാതിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസ്, ബലാത്സംഗ കേസ് റദ്ദാക്കാനുള്ള നടപടി ഉണ്ടാകുമോ, അതോ കോടതിയെ സമീപിക്കുകയായിരിക്കുമോ? ഈ വിഷയത്തിൽ നിവിൻ പോളിയെ സംബന്ധിച്ചൊരു ആ രീതിയിലൊരു നിയമ നടപടി ആയിരിക്കുമോ നിവിൻ പോളി സ്വീകരിക്കുക? എന്തായാലും നിവിൻ പോളിക്ക് പിന്തുണയുമായി സിനിമയിലെ തന്നെ മറ്റ് അണിയറ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സിനിമയിൽ അഭിനയിച്ച മറ്റ് താരങ്ങൾ നിവിൻ പോളിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതായത് ഈ പെൺകുട്ടി ദുബായിൽ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കുന്ന സമയത്ത് നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന തെളിവുകളടക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ച് ഇതൊരു വ്യാജ ആരോപണമാണെന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള തെളിവുകളും നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് തന്റെ കയ്യിൽ അത്തരത്തിലുള്ള ചില തെളിവുകൾ ഉണ്ടെന്നാണ്. അതെന്തായാലും പോലീസാണ് അന്വേഷിക്കുന്നത്. എന്തായാലും നിവിൻ പോളി ഈ ദിവസം ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നതിന് ഇതിനോടകം തന്നെ നിവിൻ പോളിയുടെ സഹപ്രവർത്തകർ മാധ്യമങ്ങൾക്കും ഒപ്പം പോലീസിനും നൽകിയ രേഖകൾ കൂടി മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇത് നിവിൻ പോളിക്കെതിരെ ഉണ്ടായ കേസ് അത് വ്യാജ കേസാണെന്ന് തന്നെയായിരിക്കും കോടതിയെ അറിയിക്കുക. അങ്ങനെ തന്നെയായിരിക്കും അന്വേഷണ സംഘവും കണ്ടെത്തലിൽ അവസാനമായിട്ടും അവരും കണ്ടെത്തുന്നത്, അവരുടെ നിഗമനം. അങ്ങനെയാണെങ്കിൽ കോടതിയിലെ ഇത് അറിയിച്ച് നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസ് റദ്ദാക്കണമെന്നായിരിക്കും പോലീസും ആവശ്യപ്പെടുക. പക്ഷെ അത് എപ്പോഴായിരിക്കും അതിന്റെ കോടതിയിലൊക്കെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷേ നിവിൻ പോളിയെ സംബന്ധിച്ച് ഇതൊരു വ്യാജ പരാതിയാണെന്ന് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വ്യാജ പരാതിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും ഇതുപോലെ ഒരു ആരോപണം ഉയർന്ന ഒരു പീഡന കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് തൊട്ടു പിന്നാലെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി താൻ ഇതിൽ നിരപരാധിയാണ്, നിയമ പോരാട്ടം നടത്തും, സത്യം തെളിയിക്കുമെന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ നടനാണ് നിവിൻ പോളി. ഇതുപോലെ എത്ര നടന്മാർക്ക്
തങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലെത്താൻ കഴിയുമെന്ന് പൊതുസമൂഹവും ചോദിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ്